CPI തിരുമലംകുന്ന് ബ്രാഞ്ച് സമ്മേളനം PP ജോഷിയുടെ വസതിയായ കാനൻ രാജേന്ദ്രൻ നഗറിൽ വെച്ച് നടന്നു. സഖാവ് ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമലാ സദാനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PS ഷാജി, OJ ആന്റണി, സെക്രട്ടറി PP ജോഷി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. KK കൈലാസൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി PG രാജു നന്ദിയും പറഞ്ഞു. മറ്റവകാശങ്ങളും നിഷേധിക്കപ്പെട്ട കാലത്ത് ഇതിനെതിരെയുള്ള സമരങ്ങളിൽ അതിൻ്റെ മുൻനിരയിൽ അണിനിരന്ന് ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തൊഴിലാളി കർഷക അവകാശ സംരക്ഷണത്തിനും വേണ്ടി പോരാടി മരിച്ചവർ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഇത്തരത്തിൽ തനിക്ക് വേണ്ടിയല്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായി അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ധീര രക്തസാക്ഷികളെ ഈ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ, രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖരായ വ്യക്തികൾ, ഇവർക്കെല്ലാം ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ യോഗം സംഘടിപ്പിച്ച ജോഷിക്കും ജോഷിയുടെ വീട്ടുകാർക്കും അതിനോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കും ഉദ്ഘാടനം നിർവഹിച്ച സ്വാഗതം അർപ്പിക്കുന്നു. എൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നമ്മളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഴുവൻ കഴിയണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. നമുക്കാണെങ്കിൽ കേരളത്തിൽ 11,149 ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചുകളെല്ലാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടത്തി തീർക്കണം. നിങ്ങളുടെ ഇവിടെയാണെങ്കിൽ 87 ബ്രാഞ്ചുണ്ട് പൈപ്പിൻ മണ്ഡലത്തിൽ. അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടത്തി തീർക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ബ്രാഞ്ച് സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ബ്രാഞ്ച് സമ്മേളനം നടത്തേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ നടത്തണമെന്ന്. നമ്മുടെ പാർട്ടി മെമ്പർമാർ മാത്രമല്ല, നമ്മുടെ പാർട്ടി കുടുംബാംഗങ്ങളും വിളിക്കണം. അത് ഉദ്ഘാടനം റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ മെമ്പർമാർ എത്ര ഇരുന്നാലും മതി. അതുപോലെ തന്നെ പതാക ഉയർത്തണം. കാലത്ത് കൊടുക്കണ യോഗങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം. ഉച്ചക്ക് കൊടുക്കണം. ഫുൾ ടൈം നടത്തണമെന്നാണ് തീരുമാനം. ഒരു ചെറിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും എത്ര വലിയ നേതാവാണെങ്കിലും അവനവൻ്റെ ബ്രാഞ്ചിൽ പങ്കെടുത്തിരിക്കണം. അത് ബിനോയ് വിശ്വയായാലും അവൻ്റെ ബ്രാഞ്ചിൽ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കൊള്ളണം. അവരൊരിക്കൊരു ബ്രാഞ്ചില്ലാതെ പിന്നെ പുറത്ത് പോയി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ തീരുമാനം. അതനുസരിച്ചാണ് ഈ ബ്രാഞ്ച് സമ്മേളനം. അത് എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം മറ്റ് ബ്രാഞ്ചുകളുടെ സമ്മേളനവും. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയമൊന്നും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യുദ്ധങ്ങളുടെ കാലഘട്ടമാണിത് ഇപ്പം അല്ലേ? അമേരിക്കയും യുക്രൈനും തമ്മിലും അതുപോലെ തന്നെ ഇറാനും അതുപോലെ തന്നെ യുക്രൈനും റഷ്യയും തമ്മിൽ ഞാൻ പറഞ്ഞു ആദ്യം നടക്കുന്ന യുദ്ധം അതാണ്. അതിനുശേഷം തുടങ്ങി വെച്ച രാജ്യങ്ങളുണ്ട്. പാലസ്തീനും ലെബനോണും സിറിയയും അതുപോലെ തന്നെ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ നിഴലിലാണ് ഇന്ന് ലോകം മുഴുവനും അല്ലേ? എവിടേക്കാണ് ബോംബ് വീണതെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ താമസിക്കുന്നിടത്ത് കുട്ടികളുടെ ഹോസ്പിറ്റലിലെ ജനങ്ങൾ എവിടെയാണ് താമസിക്കണം അവിടെയൊക്കെ ഇട്ട് നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ജയിച്ച് ട്രംപിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാനലിൽ അധികാരമാക്കുന്ന ഏറ്റപ്പോൾ തന്നെ 80ഓളം എഗ്രിമെൻ്റാണ് ഒപ്പിട്ടതല്ലേ. നമ്മുടെ രാജ്യത്തിനെയൊക്കെ ഭീഷണി ഉയർത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നത്. ഞാൻ
ഇൻ്റർനാഷണൽ തലത്തിലൊന്നും വലിയതായിട്ട് പോകുന്നില്ല. നമുക്കിനി സമ്മേളനങ്ങൾ വരെയാണ്, അവിടെയൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്കിവിടെ ഇന്ത്യയിൽ ആണെങ്കിൽ 2024 പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൂന്നാമതും കൂടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം കണക്ക് കൂട്ടിയത് 540 സീറ്റിൽ 240 സീറ്റ് അല്ലേ, 240 അല്ല 400 സീറ്റ് ഞങ്ങൾ പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് 400 സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കുഴപ്പമുണ്ടും മറ്റ് നടപടി കൊണ്ടും കുറേ ആൾക്കാർക്ക് വോട്ട് ചെയ്തില്ല. 240 സീറ്റാണ് കിട്ടിയത്. എന്നാൽ ഈ ആന്ധ്ര തെലുങ്ക് ദേശം പാർട്ടിയുടെ 16 സീറ്റും ജനതാദൾ യുണൈറ്റഡിൻ്റെ 12 സീറ്റും ഉൾപ്പെടെ കിട്ടിയപ്പോൾ 268 അല്ലേ. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഭരണം പിടിക്കാൻ പറ്റി. പക്ഷേ കഴിഞ്ഞ കാലത്തെ പോലെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ശക്തമായ ഒരു പ്രതിപക്ഷം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകണമെങ്കിലും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കലാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ അയോധ്യയിലെ ആ ക്ഷേത്രമാണിത്. ആ ക്ഷേത്രമാണിത് ഇപ്പോൾ അവിടെയൊക്കെ പിടിച്ചെടുക്കുമെന്നും പറഞ്ഞാണ് കുറേ വോട്ട് സ്വാധീനിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും അയോധ്യയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അയോധ്യയിലാണുള്ള ഇത് ചെയ്തത്. ഫൈസാബാദ് എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റിക്കളഞ്ഞു, അത് അയോധ്യ എന്നാക്കി മാറ്റി. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ ചെയ്തെങ്കിലും അത് നടപ്പാക്കിയില്ല. അതുകൊണ്ടാണ് വെച്ച് ഉത്തർപ്രദേശും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ അത് ഒന്ന് പതുക്കെ അവിടെ വാദിച്ച് അതിൻ്റെ കുറച്ച് വോട്ട് അവർക്ക് കിട്ടുകയും ചെയ്ത്. ലോകസഭയിൽ ഇപ്പോൾ അവർ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതിപക്ഷവും ശക്തമാണ്. പക്ഷെ നമ്മളെന്ന് പറയാൻ പറ്റില്ല, ഇടതുപക്ഷത്തിന് അധികം വോട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ രാജ്യമാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ചുഴിയിൽ നിൽക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് 1ാം സ്ഥാനത്താണ് ഇന്ത്യ. നമ്മളിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ നിൽക്കുന്നത്. കാരണം നമ്മുടെ ആളുകൾക്ക് കോടീശ്വരന്മാർ കൂടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 2009 പേരാണ് ഉണ്ടായിരുന്നത് ശതകോടീശ്വരന്മാർ. എന്ത് പറ്റി, എന്തെങ്കിലും ഒന്ന് ഒരു ഉള്ളിയൊന്നും എടുത്തു ആയാലൊക്കെയായിരുന്നില്ലേ. ഇപ്പം അത് 2017 111ആയി. ഇപ്പം 2024 155. നിങ്ങൾ 99, നിങ്ങൾ 1%, ഞങ്ങൾ 99% എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 1% എന്നല്ല, അതിൽ കൂടുതലാണെങ്കിൽ പറയാം ശതകോടീശ്വരന്മാരുടെ എണ്ണം. നാളിതുവരെ നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ പ്രധാനമന്ത്രിമാർ പുറത്തു പോകുമ്പോൾ കൂടെ മാധ്യമങ്ങളെ കൊണ്ടുപോകും. അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാനുള്ള സംവിധാനം. ഇപ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അംബാനിൻ്റെ അഡാനിൻ്റെ ടാറ്റക്കാരനൊക്കെയാണ് കൂടെ കൊണ്ടുപോകണം. അവർക്ക് അവിടെയൊക്കെ പോയി കച്ചവടം പിടിച്ചു കൊടുക്കലാണ് പ്രധാനമന്ത്രിയുടെ പണി തന്നെ. അഡാനി എന്ന് പറഞ്ഞ ആൾ നിസ്സാര നാളുകൊണ്ടുണ്ടല്ലോ കോടാനുകോടീശ്വരനായി മാറിയിരിക്കണം. അയാൾക്ക് വേണ്ടി 12 ലക്ഷം കോടി രൂപ തന്നെ കടമെഴുതി തള്ളിപ്പിടിച്ചു. ആ സമയത്ത് നമുക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. 3 കോടി തൊഴിൽ തരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന വരെ 2 കോടിയുടെ അടുത്ത് പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല 90 ലക്ഷം വരെയൊക്കെയാണ് ഇത്രയും കാലം കൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. താഴേക്കിടെയുള്ള ആളുകൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു. അവിടെ എല്ലാം ആക്രമണം നിലവിൽ. അതിനൊന്നും എതിർക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കോ നമ്മുടെ ഗവൺമെൻറ്റിനോ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല ഈ അടുത്ത അവസരത്തിൽ മണിപ്പൂരിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. മെയ്തിയും കുക്കികളും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ ഒരു നമ്മൾ നാളിതുവരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല അല്ലേ. കുക്കികളും മെയ്തികളും തമ്മിൽ അവരെ രണ്ടായി തെറ്റിദ്ധരിപ്പിച്ച് അവർ മെയ്തികൾക്ക് വേണം ആനുകൂല്യങ്ങൾ, കുക്കികൾക്ക് വേണം ഒരു വിഭാഗം. അങ്ങനെ മെയ്തികൾ BJPയുടെ കൂടെ, ബരോൺ സിംഗിൻ്റെ കൂടെ, ബരോൺ സിംഗാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം BJPയുടെ കൂടെ പോയി BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ്. അതിനുവേണ്ടി നിന്ന് അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മുടെ പാർട്ടിയാണ് അവിടെ ആദ്യം പോണത്. ആദ്യം ആനി രാജ പോയി, പിന്നെ
രാജസഖാവും നമ്മുടെ പ്രധാനപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് പരിഹാരം കാണുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് ഇത്രയും കാലമെത്തിയ ഒരു മാപ്പ് പറയലുണ്ടായ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വെച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത്രയും വലിയൊരു സംഭവം ഇന്ത്യക്കുള്ളത് മുസ്ലിം പേരാണല്ലോ. അപ്പോൾ അതൊന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടബ് മീനാർ, നിങ്ങളിവിടെ ഇരിക്കുന്ന പലരെങ്കിലും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കുട്ടബ് മീനാർ അതിൻ്റെ അകത്ത് ഇതുണ്ട്, അത് ചരിഞ്ഞ് നിൽക്കും. അതുകൊണ്ടത് പൊളിച്ചു മാറ്റണം. ശക്തമായ എതിർപ്പിൻ്റെ പേരിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായി ഫൈസാബാദിൻ്റെ പേര് മാറ്റി അയോധ്യ എന്ന് പറഞ്ഞ് ഹിന്ദു ഗാർഡൻ എന്നുള്ളത് മാറ്റി മുഗൾ ഗാർഡൻ എന്നുള്ളത് മാറ്റി ഹിന്ദു ഗാർഡൻ എന്നാക്കണം. അങ്ങനെ മുസ്ലിംസ് പേരുള്ള ഇതൊക്കെ മാറ്റിമറിച്ച് കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് പലരും ഈ മസ്ജിദുകളൊക്കെ പൊളിച്ച് ക്ഷേത്രങ്ങളാക്കാനായിട്ടുള്ളത് വന്നപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ മാധ്യമ പ്രവർത്തകരെയും അത് ചോദ്യം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ മേലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെയൊക്കെ ജയിലിലിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിലാണ് നമ്മുടെ സ്റ്റാൻ സ്വാമി അങ്ങേരെ പിടിച്ച് അകത്തിടുന്നത്, മരിക്കുന്നത്. അതുപോലെ തന്നെ ഭീമാ കുറവ് സംഭവവുമായി ബന്ധപ്പെട്ട് തടവിൽ പാർപ്പിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നില്ല, ഒരു സ്റ്റാൻ സ്വാമി. അദ്ദേഹം കുറേ നാൾ അകത്തിടുന്നതിന് വിട്ട് അദ്ദേഹം മരിച്ചുപോയി. അതിൽ കിടന്ന പീഡനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരാളും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ അവർ നമ്മളെ പിടിച്ച് അകത്തിട്ട് ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാവിധിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ കൊച്ചു പറഞ്ഞ കേട്ടാൽ ഞെട്ടിപ്പോ. അവിടെ ആശാവർക്കറാണ്. തൊട്ടടുത്തുള്ള അയലത്തുള്ള ആളുകളെക്കാൾ അവൾക്ക് സുപരിചിതമാണ് അവിടുത്തെ ഓരോ വീട്ടുകാരും. ഈ കാണാതെ ആളുകളുടെ പാർട്സുകൾ കിട്ടിയപ്പോൾ അതൊക്കെ വെച്ച് ഈ കുട്ടിയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ കുട്ടി നമ്മുടെ പാർട്ടിയുടെ കുട്ടിയാണ്, CPIയുടെ കുട്ടിയാണ്. അതിനാണ് നമ്മൾ ഡൽഹിയിൽ കൊണ്ടുവരുന്നത്. അതിലുപരി എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഈ ചൂരൽമലയിലെ ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാനായിരുന്നു. അന്ന് അവിടെ നമ്മുടെ LC സെക്രട്ടറി ആയിരുന്ന സഖാവ്, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി സഖാക്കൾ, ചൂരൽമല അങ്ങനെ തന്നെ പോയില്ല, നമ്മുടെ 88ഓളം സഖാക്കൾ പോയി. പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാനത് അറിയാതെ കണ്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ ഈ സഖാവിനെ അന്വേഷിക്കണം. ചൂരൽമലയിൽ നമ്മുടെ LC സെക്രട്ടറി ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ എനിക്കറിയില്ല. അടുത്ത അയാളുടെ ഒരു ബന്ധു ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയാണ്, മകൻ്റെ ഭാര്യയാണ്, ആരാണെന്ന് എനിക്കറിയില്ല. അവരൊഴികെ ബാക്കിയൊക്കെ പോയി കൊടുക്കുന്നു.